അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഭർത്താവിന് ദേഷ്യം വരുന്ന സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? ഭാര്യയ്ക്ക് ദേഷ്യം വരുന്ന സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നാം ഇടപഴകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ വല്ലാതെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ ഇസ്ലാമിൽ അതിന് മനോഹരമായിട്ടുള്ള ഒരു പരിഹാരമുണ്ട്. ഇത് ജീവിതത്തിൽ പകർത്തുക വഴി വലിയ പ്രശ്നങ്ങളെ പെട്ടെന്ന് തന്നെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. നമ്മുടെ മക്കളാവട്ടെ, മാതാപിതാക്കളാവട്ടെ, ഗുരുനാഥന്മാരാവട്ടെ, ഭാര്യ ഭർത്താക്കളാവട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരാവട്ടെ, അയൽവാസികളാവട്ടെ, ആരോ ആവട്ടെ, ഒരു ചെറിയ കാര്യം വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മുടെ എതിർകക്ഷി വല്ലാതെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവരുടെ ദേഷ്യം പെട്ടെന്ന് താഴുകയും അവരുടെ മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യും. നമുക്കറിയാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. ചെറിയ ചെറിയ ദേഷ്യങ്ങളാണ് ദമ്പതിമാർക്കിടയിൽ വലിയ പ്രശ്നങ്ങളായി മാറുന്നത്, വലിയ കലാപങ്ങളായി മാറുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വല്ലാതെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആ കാര്യം നാം ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ ഉടനെ തന്നെ പരിഹരിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ കാര്യം ഇങ്ങനെയാണ്: ഏത് വ്യക്തിയാണോ ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കി അവരറിയാതെ മനസ്സിൽ ചുണ്ടുകൾ മാത്രം ചലിപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 13 തവണ പറയുക. അങ്ങനെ 13 തവണ അവരറിയാത്ത രൂപത്തിൽ നാം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആ പ്രശ്നത്തിന് ഉടനെ തന്നെ പരിഹാരമാവുകയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് തന്നെ തണുക്കുകയും പെട്ടെന്ന് തന്നെ അയാളുടെ ദേഷ്യം പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.